Good morning to all. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay. Good നമ്മള് morning, ma'am. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ഏത് ചാപ്റ്ററിനെ പറ്റിയാ പഠിച്ചിരുന്നേ? History of History of History of hospital. ഹോസ്പിറ്റൽ. ഓക്കെ. hospital. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് നമ്മൾ എവിടെ വരെ പഠിച്ചിരുന്നു? Father of medicine. History of medicine. ആ, എവിടെ വരെ? Hospital evolution. ഹോസ്പിറ്റൽ എവല്യൂഷൻ വരെ പഠിച്ചു അല്ലേ? അപ്പോ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് അടുത്ത പോർഷനിലേക്ക് പോവാം. Okay, ma'am. ഓക്കെ. അപ്പോ എന്താണ് ഹോസ്പിറ്റൽ ഓഫ് ഏർലി ഇയറയില് നമ്മൾ 5 ഹോസ്പിറ്റൽസിനെ പറ്റി പറഞ്ഞു അല്ലേ? പറഞ്ഞില്ലേ? Yes, ma'am. അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തില് ഇന്ത്യൻ ഹോസ്പിറ്റൽസിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉണ്ടായത്? മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായത്? Sanitation and disinfectant. കുറച്ചും കൂടി തിയററ്റിക്കൽപരമായിട്ടും ലോജിക്കൽപരമായിട്ടും മെഡിസിൻസിനെ പറ്റിയും ചിന്തിക്കാൻ തുടങ്ങി ആൾക്കാർ നമ്മുടെ മോഡേൺ മെഡിസിനിൽ. അതെ. പിന്നെ കുറച്ചും കൂടി എക്സ്പെരിമെന്റൽ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തത്വങ്ങൾ പാലിക്കുകയും ഇതിനെ പറ്റി ഏത് ഓപ്പറേഷനെ പറ്റിയാ നമ്മൾ പഠിച്ചേ? C-section. ഓക്കെ. Religion hospital സ്ഥാപിച്ചു ബുദ്ധന്മാർ. ബുദ്ധ അല്ലേ? ബുദ്ധ എന്ത് ഹോസ്പിറ്റലാണ് സ്ഥാപിച്ചത്? പ്രാദേശിക ഹോസ്പിറ്റലുകൾ അല്ലേ? ഓക്കെ. ഹോസ്പിറ്റൽസ് ഓഫ് മിഡിൽ ഏജ് അല്ലെ? മിഡിൽ ഏജിൽ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? മിഡിൽ ഏജില് സമ്പന്നരായ ക്രിസ്ത്യാനികളോടൊക്കെ ഹോസ്പിറ്റലുകൾ പണിയാൻ വേണ്ടി ശ്രമിച്ചു. വിഷ്ണുപ്രിയ. ഹലോ, എന്തോ? വിഷ്ണുപ്രിയ ഒന്ന് പറഞ്ഞു കൊടുക്കോ എല്ലാവർക്കും? അതായത് പോപ്പ്, അത് ഇന്നസെന്റ് തേർഡ് പോപ്പ് സമ്പന്നരായ ക്രിസ്ത്യാനികളെ എന്തോന്ന് പറയാ സ്വാധീനിച്ചുകൊണ്ട് ഹോസ്പിറ്റലുകൾ പണിതു. അതിനുവേണ്ടി പ്രേരണകൾ കൊടുത്തു. പിന്നെ കുരിശുദ്ധക്കാരോട് വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെടുത്തി എന്താ പറയാ വരുമാനം വർദ്ധിച്ചു. അത് ഹോസ്പിറ്റലുകളുടെ വളർച്ചയ്ക്ക് ഉപയോഗിച്ചു.
പിന്നെ ഈ കാലത്ത് എന്ന് വെച്ചാൽ ഏഷ്യയിലും ആഫ്രിക്കയിലൊക്കെ ഈ കാലത്ത് ഹോസ്പിറ്റലുകളുടെ നിർമ്മാണം ഭരണവർഗക്കാരും കുരിശു യുദ്ധക്കാരും പ്രോത്സാഹനം കൊടുത്തു ഈ കാലഘട്ടത്തില്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ റിനൈസൻസ്. മതി മതി. ഓക്കെ, വിഷ്ണുപ്രിയ, അടുത്ത ആളെ വിളിക്കാം. നസീറ. Yes, ma'am. നസീറ, എന്തായിരുന്നു റിനൈസൻസ് ഏജ് എന്ന് പറഞ്ഞാല്? റെനേസൻസ് 1500 മുതൽ 1700 AD പ്രവർത്തിച്ചിരുന്ന ഹോസ്പിറ്റൽസ് ആണ്. ഇതിലെ ലാസ്റ്റ് സെഞ്ചുറി 14th and 6th സെഞ്ചുറി ആയിരുന്നു ഇതിന്റെ ലാസ്റ്റ് പീരീഡ്. എവരി സിറ്റീസ് ആൻഡ് ടൗണിലും ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യിപ്പിച്ചായിരുന്നു മെയിൻ ആയിട്ട് ഇതിലുള്ള കാര്യം. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ദെൻ മോഡേൺ പീരിയഡിനെ പറ്റി ആര് പറയും? മോഡേൺ പീരിയഡ്. സ്നേഹ. സ്നേഹ, ആരെങ്കിലും ഒരാളൊന്ന് പറയൂ. മോഡേൺ കാലഘട്ടത്തിൽ കുറച്ചും കൂടി തിയറിറ്റിക്കൽപരമായിട്ടുള്ളതും കോർപ്പറേറ്റ് ആയിട്ടുള്ള അമേരിക്കൻ ഹെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളോട് ഒന്നും കൂടി കുറച്ചും കൂടി കുറെ ആൾക്കാരെ വെച്ചിട്ട് എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു ഹോസ്പിറ്റലിന്റെ പേര് നമ്മൾ പഠിച്ചില്ലേ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിന്റെ പേര് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽസ് ആയിരുന്നു. അമേരിക്കയിലെ ഫിലഡൽഫിയയിലെ പെൻസിൽവാനിയ ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ആയിരുന്നു. ഹോസ്പിറ്റൽ എവല്യൂഷൻസില് നമ്മള് ഒരു 3 പേരുടെ പേര് പഠിച്ചില്ലേ? 3 പേര് പഠിച്ചില്ലേ? ഓക്കെ ഓക്കെ. ഒരു ഡിസർട്ടേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രബന്ധം ഏതായിരുന്നു? ഇതിനെ പറ്റിയായിരുന്നു സുശ്രുത സംഹിത പ്രധാനമായും പറഞ്ഞിരുന്നത്. നോളജ് അബൌട്ട് സർജറി ചരക. ചരകയുടെ പ്രസിദ്ധമായ ഗ്രന്ഥം ഏതാണ്? ചരക സംഹിതയിൽ അദ്ദേഹം എന്തിനെ കുറിച്ചൊക്കെയുള്ള അറിവുകളാണ് പകർന്നു നൽകുന്നത്? യുനാനി മെഡിസിൻ കൊണ്ടുവന്നത്? യുനാനി മെഡിസിൻ അക്ബർസ് പീരീഡ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് അല്ലേ? അപ്പോ ഇനി നമ്മൾ ചെയ്യാനുള്ളത് 17th സെഞ്ചുറി മുതലാണ്. ഓക്കെ, അപ്പോ നിങ്ങളെല്ലാവരും മ്യൂട്ട് ചെയ്യാണ്. നമുക്ക് ആ 2 പോർഷൻസും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ തീരും. അപ്പൊ അതിൽ ഇത് രണ്ടും പറഞ്ഞു തീർന്നതിന് ശേഷം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോ 17th സെഞ്ചുറിയിൽ എന്താണ് പറയുന്നത്? അതായത് നമ്മളിപ്പോ ഇന്ത്യയിലെ കാര്യമാണ് പഠിക്കുന്നത് അല്ലെ? അപ്പോ ഇന്ത്യയില് 17th സെഞ്ചുറി ആയപ്പോ ഹോസ്പിറ്റൽ ഫീൽഡില് എന്തൊക്കെയാണ് മാറ്റങ്ങൾ നടന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താ? മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ ബൈ അറൈവൽ ക്രിസ്ത്യൻ മിഷണറീസ് ഇൻ സൗത്ത് ഇന്ത്യ. അതായത് സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയില് ക്രിസ്ത്യൻ മിഷണറീസിന്റെ അറൈവലോടുകൂടി, ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോടുകൂടി എന്ത് മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിൽ ഒരു മോഡേൺ സിസ്റ്റം അല്ലെങ്കിൽ ആധുനിക ചികിത്സാ സമ്പ്രദായം നിലവിൽ വന്നു. ഓക്കെ, ഒന്നുകൂടി പറയാം. മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ ബൈ അറൈവൽ ക്രിസ്ത്യൻ മിഷണറീസ് ഇൻ സൗത്ത് ഇന്ത്യ. അതായത് ദക്ഷിണേന്ത്യയില് ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോട് കൂടി മെഡിസിനില് അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തില് ഒരു മോഡേൺ സിസ്റ്റം അല്ലെങ്കിൽ ആധുനിക ചികിത്സാ സമ്പ്രദായം നിലവിൽ വന്നു. Then East India Company established
first hospital in 1664 in Chennai for its soldiers and in 1668 for civilians. അപ്പോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താണ് 1664 ചെന്നൈയില് ഫസ്റ്റ് ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. ആർക്ക് വേണ്ടിയിട്ട്? സോൾജിയേഴ്സിന് വേണ്ടിയിട്ട്, സൈനികർക്ക് വേണ്ടിയിട്ട്. ആൻഡ് ഇൻ 1668 1668 ഫോർ സിവിലിയൻസ്, ആർക്ക് വേണ്ടി? സാധാരണ പൗരന്മാർക്ക് വേണ്ടിയും ആര് സ്ഥാപിച്ചു ഹോസ്പിറ്റല്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. അപ്പൊ എന്താണ് പറയുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664 ചെന്നൈയിൽ സോൾജിയേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ സൈനികർക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആദ്യ ആശുപത്രി സ്ഥാപിക്കുകയും 1668 സിവിലിയൻസ് അല്ലെങ്കിൽ സാധാരണ പൗരന്മാർക്ക് വേണ്ടിയും ആശുപത്രികൾ സ്ഥാപിച്ചു. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? കോൺസ്റ്റന്റ് ഗ്രോത്ത് ഡ്യൂറിംഗ് ദ 18th ആൻഡ് ഏർലി 19th സെഞ്ചുറി. ഇനി ഇന്ത്യയില് 17th സെഞ്ചുറിയുടെ ആദ്യ കാലഘട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി 18th ആൻഡ് 19th സെഞ്ചുറീസ് ആയി കഴിഞ്ഞപ്പോ അവിടെ എന്തുണ്ട്? ഒരു കോൺസ്റ്റന്റ് ഗ്രോത്ത്, ഒരു നിരന്തരമായ ഒരു വളർച്ച ഈ ഹോസ്പിറ്റൽ ഫീൽഡില് കാണാൻ തുടങ്ങി. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കട്ട in 1835 1835 ഫസ്റ്റ് മെഡിക്കൽ കോളേജ് എവിടെ വന്നു? കൽക്കട്ടയിൽ വന്നു. ആൻഡ് ഇൻ മുംബൈ in 1845 and Chennai in 1850. ആ രണ്ട് പോയിന്റ്സും കൂടി നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് കൽക്കട്ടയിൽ വന്ന ഇയർ എത്രയാണ്? 1835 കൽക്കട്ടയിൽ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് വന്നു. ഇനി മുംബൈയിൽ എപ്പോഴാണ് മെഡിക്കൽ കോളേജ് വന്നത്? 1845 മുംബൈയിൽ വരികയും ചെന്നൈയിലാണെങ്കിലോ 1850 മെഡിക്കൽ കോളേജ് സ്ഥാപിക്കപ്പെട്ടു. അപ്പോ എന്താണ് പറയുന്നത്? ഫസ്റ്റ് മെഡിക്കൽ കോളേജ് കൽക്കട്ടയിൽ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് വന്ന വർഷം ഏതാണ്? 1835. ഇനി മുംബൈയിലാണെങ്കിലോ 1845, ചെന്നൈയിലാണെങ്കിലോ 1850. ഈ ഇയേഴ്സ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. Then in 1885 1250 hospitals and dispensaries only reaching 10% of population. അതായത് ജനസംഖ്യയുടെ 10% എത്തത്തക്ക വിധത്തില് 1885 1250 ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറി എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്പെൻസറീസ് എന്ന് പറയുന്നത്? ഔഷധശാലകൾ അല്ലെ. അപ്പോ ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറീസും 1885 സ്ഥാപിക്കപ്പെട്ടു. ഒന്നുകൂടി പറയാം. ഇൻ 1885 അതായത് 1885 എന്താണ് ജനസംഖ്യയുടെ 10%, പോപ്പുലേഷന്റെ 10% എത്തത്തക്ക വിധത്തില് 1885 1250 ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറീസും സ്ഥാപിക്കപ്പെട്ടു. അപ്പോ 17th സെഞ്ചുറി ഒന്നുകൂടി പറയാം. 17th സെഞ്ചുറിയിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇന്ത്യയിലെ ഹോസ്പിറ്റലുകളിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താ? സൗത്ത് ഇന്ത്യയില്, ദക്ഷിണേന്ത്യയില് ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോട് കൂടിയാണ് അവിടെ മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം എന്ന ഫീൽഡില് ഒരു മോഡേൺ സിസ്റ്റം, അതായത് ആധുനിക ചികിത്സാ സമ്പ്രദായം നിലവിൽ വരുന്നത്. ഓക്കെ. രണ്ടാമത് പോയിന്റ് പറയുന്നത് എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി എവിടെയാണ് ഫസ്റ്റ് ഹോസ്പിറ്റൽ സ്ഥാപിച്ചത്? 1664 ചെന്നൈയിൽ സോൾജിയേഴ്സിന് വേണ്ടി ആശുപത്രി സ്ഥാപിച്ചു. ഇനി 1668 സിവിലിയൻസിന് വേണ്ടി ആശുപത്രി സ്ഥാപിച്ചു. ആരാണ് സിവിലിയൻസ് എന്ന് പറയുന്നത്? സാധാരണ പൗരന്മാർക്ക് വേണ്ടിയിട്ട് 1668 ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. 1664 ചെന്നൈയിൽ സോൾജിയേഴ്സ് അല്ലെങ്കിൽ സൈനികർക്ക് വേണ്ടിയിട്ട് ആശുപത്രി സ്ഥാപിച്ചു. Then constant growth during the 18th and early 19th century. അപ്പോ 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിന്റെ ആരംഭങ്ങളിലും അവിടെ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ഗ്രോത്ത്, ഒരു നിരന്തരമായിട്ടുള്ള ഒരു വളർച്ച ഈ ഹോസ്പിറ്റൽ ഫീൽഡിൽ കാണാൻ സാധിച്ചു. Then first medical college in കൽക്കട്ട 1835. അപ്പൊ 1835 അല്ലെങ്കിൽ 1835
ഫസ്റ്റ് മെഡിക്കൽ കോളേജ് എവിടെ സ്ഥാപിച്ചു? കൽക്കട്ടയിൽ വന്നു, നിലവിൽ വന്നു. ഇനി മുംബൈയിൽ എപ്പോഴാണ് അത് മെഡിക്കൽ കോളേജ് വന്നത്? 1845-ലും ചെന്നൈയിൽ 1850-ലും മെഡിക്കൽ കോളേജുകൾ നിലവിൽ വന്നു. ദെൻ 1885 ആയപ്പോ ജനസംഖ്യയുടെ 10% എത്തത്തക്ക വിധത്തിൽ 1885-ൽ 1250 ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറീസും ഇന്ത്യയിൽ നിലവിൽ വരുന്നു. ഓക്കെ, 17th സെഞ്ചുറിയില് ഇത്രയും പോയിന്റ്സ് ആണ് പറയുന്നത്. അപ്പോ ഇതില് ഏതാണ് ഓരോ ഇയേഴ്സ് എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്താ, കൽക്കട്ടയിൽ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് വന്ന ഇയർ ഏതാണെന്ന് ചോദിക്കാം. ഇനി മുംബൈയിൽ ഏതാണെന്ന് ചോദിക്കാം, ചെന്നൈയിൽ ഏതാണെന്ന് ചോദിക്കാം. അതുകൂടാതെ എന്താണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി സിവിലിയൻസിന് വേണ്ടി ഹോസ്പിറ്റൽ സ്ഥാപിച്ച വർഷം ഏതാണ്? 1668. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ഇയേഴ്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. Then emergence of hospital in independent India. അതായത് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിലെ ഹോസ്പിറ്റലിന്റെ എമർജൻസ് അല്ലെങ്കിൽ ആവിർഭാവം. എങ്ങനെയാണ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ഹോസ്പിറ്റലുകളുടെ ആവിർഭാവം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു പോർഷൻ ജസ്റ്റ് നിങ്ങൾ വായിച്ചു വിട്ടാൽ മാത്രം മതി കേട്ടോ. ഈ പോർഷനിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടില്ല. കാരണം ഇത് ജസ്റ്റ് റേഷ്യോ ആണ് പറയുന്നത്. ഓരോ പോപ്പുലേഷനും ഡോക്ടേഴ്സും പോപ്പുലേഷനും ബെഡും അങ്ങനെയുള്ള നഴ്സുകൾ തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് പറയുന്നത്. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ വായിച്ച് റീഡ് ചെയ്ത് വിട്ടാൽ മതി. ഇതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടില്ല. ദെൻ എമർജൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യയില് ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താ, ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ. അതായത് ജനസംഖ്യയും ബെഡും, അതായത് ഹോസ്പിറ്റൽ ബെഡുകളും ജനസംഖ്യയുമായിട്ടുള്ള പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 1:4000. അതായത് 4000 ജനസംഖ്യക്ക് ഒരു ബെഡ്. അതാണ് അവിടെ റേഷ്യോ 1:4000. അതായത് 4000 പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യക്ക് ഒരു ബെഡ് എന്നുള്ള റേഷ്യോ. രണ്ടാമത് പറയുന്നത് എന്താ, ഡോക്ടർ ടു പോപ്പുലേഷൻ റേഷ്യോ എത്രയാണ്? 1:6300. അപ്പൊ എത്രയാണ്? 6300 അല്ലെങ്കിൽ 6300 പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യക്ക് ഒരു ഡോക്ടർ എന്നുള്ള റേഷ്യോ. നേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ എത്രയാണ്? 1:40,000 അല്ലെ. 40,000 പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു നേഴ്സ് എന്ന കണക്കിലായിരിക്കും അവിടെ ഡോക്ടേഴ്സിനെയും നേഴ്സിനെയും ബെഡുകളാണെങ്കിലും ഒക്കെ കൊടുത്തിരുന്നത്. Then disparity in facilities in urban and rural areas. Disparities എന്ന് പറഞ്ഞാൽ എന്താ? അസമത്വം അല്ലെങ്കിൽ എന്താണ്, വ്യത്യാസങ്ങൾ ഉണ്ടാവും. എന്ത് ഫെസിലിറ്റീസില്? എവിടെയൊക്കെയാണ്? അർബൻ ഏരിയയിലെയും റൂറൽ ഏരിയയിലെയും ഹോസ്പിറ്റലുകളില്. അപ്പൊ അർബൻ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അർബൻ ഏരിയ നഗരങ്ങൾ അല്ലെ. റൂറൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാമപ്രദേശങ്ങൾ അല്ലെ. അപ്പോ ഈ നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും ഹോസ്പിറ്റൽ ഫെസിലിറ്റീസില് എന്ത് ചെയ്യുന്നുണ്ട്? ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് അല്ലെ. അത് ഒരുപോലെയാണോ? അല്ല. ഹോസ്പിറ്റലിലെ എന്താണ്, ഗ്രാമപ്രദേശങ്ങളിലെ ഹോസ്പിറ്റലുകളാണെങ്കിൽ അവിടെ എന്തായിരിക്കും? ഫെസിലിറ്റീസ് കുറവായിരിക്കും അല്ലെ. രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പൊതുവെ കുറവായിരിക്കും. എന്നാൽ ഒരു പട്ടണത്തിൽ അല്ലെങ്കിൽ നഗരത്തിലെ ഹോസ്പിറ്റലുകളിൽ എങ്ങനെയായിരിക്കും? അവിടെ ഹോസ്പിറ്റലുകളിൽ എങ്ങനെയായിരിക്കും? ഫെസിലിറ്റീസ് കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഈ അർബൻ ഏരിയയിലെയും റൂറൽ ഏരിയയിലെയും ഹോസ്പിറ്റലുകളുടെ ഫെസിലിറ്റീസിൽ എന്തുണ്ടാവും? വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. Then at independence, ഇനി സ്വതന്ത്ര ഇന്ത്യയില് എന്താണ് 11,000 ഹോസ്പിറ്റൽസ് ബെഡ്സും 7,400 ഹോസ്പിറ്റൽസും നിലവിൽ വന്നു. ഇനി ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യ സ്വതന്ത്രമായപ്പോഴേക്കും എന്താണ് 11,000 ഹോസ്പിറ്റൽ ബെഡുകളും 7,400 ഹോസ്പിറ്റലുകളും നിലവിൽ വന്നു. Then since past 15 years, concept of ടുഡേയ്സ് ഹോസ്പിറ്റൽ. അപ്പോ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് ഈ ടുഡേയ്സ് ഹോസ്പിറ്റൽ, അതായത് ഇന്നത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് കഴിഞ്ഞ 50 വർഷങ്ങളായി ഇപ്പോ തുടർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഒന്നുകൂടി പറയാം. എമർജൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ അല്ലെ. ഇൻഡിപെൻഡന്റ് ഇന്ത്യയില് ഹോസ്പിറ്റലിന്റെ ആവിർഭാവം എങ്ങനെയാണ്? ഒന്നാമത് പോയിന്റ് പറയുന്നത് എന്താ? പോപ്പുലേഷൻ റേഷ്യോ ഏതൊക്കെ തമ്മിലായിരുന്നു? ബെഡും പോപ്പുലേഷൻ റേഷ്യോ അല്ലെ. ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ. അപ്പൊ ഒരു ബെഡ്
എത്ര പോപ്പുലേഷന് വേണ്ടിയിട്ടാ? 4000 അല്ലെ? 4000 പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനങ്ങളെ ഉദ്ദേശിച്ചിട്ട് ഒരു ബെഡ് എന്നുള്ള കണക്കായിരുന്നു. ഇനി ഡോക്ടേഴ്സ് ടു പോപ്പുലേഷൻ ആണെങ്കിലോ, ഒരു ഡോക്ടർ എത്ര പേർക്കാണ്? 6300 ജനസംഖ്യക്ക് ഒരു ഡോക്ടർ എന്ന കണക്കിനായിരുന്നു അപ്പോയിന്റ്മെന്റുകൾ നടന്നിരുന്നത്. ദെൻ നേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ എങ്ങനെയായിരുന്നു? ഒരു നേഴ്സ് എത്ര പേർക്കാണ്? 40,000 40,000 പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യക്ക് ഒരു നേഴ്സ് എന്ന കണക്കിനായിരുന്നു. ഇനി അർബൻ ആൻഡ് റൂറൽ ഏരിയസിലെ ഹോസ്പിറ്റലുകളിലെ ഫെസിലിറ്റീസ് തമ്മിൽ എന്തുണ്ടായിരുന്നു? വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അറ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ സ്വതന്ത്രമായപ്പോ അവിടെ എത്രത്തോളം ഹോസ്പിറ്റൽ ബെഡുകൾ ഉണ്ടായി? 11,000 ഹോസ്പിറ്റൽ ബെഡുകളും 7,400 ഹോസ്പിറ്റലുകളും സ്ഥാപിക്കപ്പെട്ടു. Then since past 15 years 50 വർഷങ്ങളായിട്ട് ഇപ്പൊ ടുഡേസ് ഹോസ്പിറ്റലിന്റെ കോൺസെപ്റ്റ്, അതായത് ഇന്നത്തെ കാലത്തെ ഹോസ്പിറ്റലിൽ എങ്ങനെയാണോ വരേണ്ടത് ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇപ്പോ 50 വർഷങ്ങളായിട്ട് ഇപ്പോ ഫോളോ ചെയ്ത് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതുണ്ടോ? യെസ് മാം, കറക്റ്റ് ക്ലിയർ ആയി. ഓക്കെ, അപ്പോ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് കംപ്ലീറ്റ് ആയി ഈ ചാപ്റ്റർ. അപ്പോ 2 ചാപ്റ്റർ നമ്മളിപ്പോ പഠിച്ചു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്നുകൂടെ ഒന്ന് പറയാമോ? ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്നുകൂടെ ഒന്ന് പറയാമോ? നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മുടെ 2 ചാപ്റ്റേഴ്സ് അല്ലേ നമ്മൾ പഠിച്ചിരുന്നേ അല്ലേ? ഇൻട്രൊഡക്ഷൻ അല്ലേ? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് 2 ചാപ്റ്റർ അല്ലേ നമ്മൾ പഠിച്ചത്? അപ്പൊ ഇൻട്രൊഡക്ഷനിൽ പ്രധാനമായിട്ടും നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാല് ഏത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടായിരിക്കുന്നത്, അതിന്റെ ഒറിജിൻ ഏത് ലാറ്റിൻ വേർഡിൽ നിന്നാണ്, ആ ലാറ്റിൻ വേർഡിന്റെ മീനിങ്ങുകൾ എന്തൊക്കെയാണ്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ 2 ഡെഫിനിഷൻസ് പഠിച്ചില്ലേ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു ഡെഫിനിഷനും പഠിച്ചു, മറ്റൊരു ഡെഫിനിഷനും പഠിച്ചു അല്ലെ? ഡെഫിനിഷൻസ് പഠിച്ചു. അത് എന്താണെന്ന് അതിന് ഓരോ ഡെഫിനിഷന്റെ ഉള്ളിലും എന്തൊക്കെ പോയിന്റ്സ് വരുന്നു എന്നുള്ളത് മാത്രമാണ് ഇൻട്രൊഡക്ഷനിൽ പ്രധാനമായിട്ടുള്ള പോയിന്റ്സ് കേട്ടോ. ആണോ അത് പഠിക്കണം? ഹോസ്പിറ്റലിന്റെ ഡെഫിനിഷൻ പഠിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ജസ്റ്റ് അതിന്റെ ഉള്ളിൽ എന്തൊക്കെ പോയിന്റുകൾ, ഇപ്പൊ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻ, എന്ത് ഫംഗ്ഷൻ ആണ് ഹോസ്പിറ്റലിനെ പറ്റി പറയുന്നത്? ഹോസ്പിറ്റലിന്റെ പ്രധാന ഫംഗ്ഷൻ എന്താണെന്നാ പറയുന്നത്? An institution that makes use of physicians, surgeons and team of technical staff in order to provide facilities for diagnosis, therapy, rehabilitation, prevention, education and research. അതല്ല പഠിക്കണ്ടേ? ഓക്കെ, അതൊരു ഡെഫിനിഷൻ ആണ് അല്ലെ? അതൊരു ഡെഫിനിഷൻ ആണ്. അപ്പൊ ആ 2 ഡെഫിനിഷനും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളില്ലേ? ഒരുപോലെ അല്ലല്ലോ. അപ്പൊ വ്യത്യാസം എന്താണെന്ന് ഉള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് ആൻസർ എന്തായാലും 4 ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ ആ 4 ഓപ്ഷനിൽ നിന്നും ശരിയായ ഓപ്ഷൻ ഏതാണെന്നൊന്ന് ടിക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുക. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ തന്നെയാണ്, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ കുറച്ച് പോയിന്റ്സ് ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിരുന്നു. എന്താണ്, എവിടെയാണ് ഫസ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത് അപ്പിയർ ചെയ്തത്? എവിടെയാണ്? മെസൊപ്പൊട്ടേമിയയിലാണ് അല്ലെ? അപ്പൊ ആ മെസൊപ്പൊട്ടേമിയ അതിനെ പറ്റി ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻസ് വരാം. ദെൻ ഹുമ്മുറാബിസ് കോഡ് അല്ലെ? ഹുമ്മുറാബിസ് കോഡ് എന്താണെന്നുള്ളതിനെ പറ്റി ക്വസ്റ്റ്യൻ വരാം. അതുപോലെ എന്താണ്, ഫസ്റ്റ് റെക്കോർഡ് പ്രിസ്ക്രിപ്ഷൻ എവിടെ നിന്ന് വന്നു? സുമറിൽ നിന്ന് വന്നു അല്ലെ? അപ്പൊ ആ സുമറിൽ നിന്ന് വന്നു. അതൊക്കെ നമുക്ക് ചിലപ്പോ 1 വേർഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാവുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അതിൽ നിന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഗ്രീക്ക് ഹോസ്പിറ്റലിലാണെങ്കിൽ പ്രത്യേകത എന്താണ്? ഹിപ്പോക്രാറ്റസിനെ പറ്റി പറഞ്ഞു അല്ലെ? എന്താണ് ഹിപ്പോക്രാറ്റസ്? ആരായിരുന്നു? അല്ലെ? അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. റോമൻ ഹോസ്പിറ്റലിൽ എന്താണ് പറഞ്ഞത്? ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊടുത്തത് ആരാണ്? റോമൻ ഹോസ്പിറ്റൽസ് അല്ലേ? മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽസും ആ സമയത്ത് ഉണ്ടായിരുന്നു. അത് 2 ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇതെല്ലാം കുറച്ച് പോയിന്റ്സുകളായിട്ട് ഷോർട്ട് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഏതിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചാല് എല്ലാ ഈ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും.
ഇപ്പോ എന്താണ് ഹിപ്പോക്രാറ്റസ് ഫാദർ ഓഫ് മെഡിസിൻ ആണ്. അദ്ദേഹത്തെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അദ്ദേഹം ഏത് പീരിയഡിലായിരുന്നു, ഏത് ഹോസ്പിറ്റൽസിന്റെ കീഴിലായിരുന്നു വന്നിരുന്നത് എന്ന് ചോദിച്ചാൽ എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് പരിചയമുള്ള ഓപ്ഷൻസ് തന്നെയായിരിക്കും. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ് എന്നുള്ളത് ടിക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മാറിപ്പോവാതെ അത് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ. ദെൻ ഇന്ത്യൻ ഹോസ്പിറ്റൽസില് കിങ് അശോക, അദ്ദേഹത്തിന്റെ കാലഘട്ടം ഇമ്പോർട്ടന്റ് ആണ്. അത് അവിടെ എന്തൊക്കെ ഓപ്പറേഷൻസും കാര്യങ്ങളുമാണ് നടന്നിരുന്നതെന്ന് പഠിക്കുക. അതുപോലെ തന്നെ ബുദ്ധന്റെ റീജിയണൽ ഹോസ്പിറ്റൽസിനെ പറ്റിയുള്ളത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ മിഡിൽ ഏജിലാണെങ്കിൽ രണ്ട് റീസൺസ് അല്ലേ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത്. ആ രണ്ട് റീസൺസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്തുകൊണ്ടാണ് അതങ്ങനെ ആ സമയത്ത് ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടാനുണ്ടായ കാരണങ്ങൾ. റിനൈസൻസ് ഏജിലാണെങ്കിൽ എന്താണ്, റിനൈസൻസ് ഏജില് ജസ്റ്റ് നമ്മൾ പറയുന്ന ആ ഒരു പീരീഡ് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ എന്താണ്, അവിടെ പല സിറ്റീസും പല ടൗണുകളും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയറിനെ സപ്പോർട്ട് ചെയ്തു അല്ലെ, രംഗത്ത് വന്നത് കൊണ്ടാണ് അവിടെ റിനൈസൻസ് ഏജ് അല്ലെങ്കിൽ നവോത്ഥാന കാലഘട്ടം എന്ന് അതിനെ പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് നവോത്ഥാന കാലഘട്ടം എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ എന്താണ് എഴുതേണ്ടത്? പല സിറ്റീസും മെനി സിറ്റീസ് ആൻഡ് ടൗൺസ് സപ്പോർട്ടഡ് സം കൈൻഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയർ അല്ലെ, ആരോഗ്യ പരിപാലനത്തിന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയർ വേണമെന്ന് പല ടൗണുകളും സിറ്റീസും സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നത് ആ ഒരു കാലഘട്ടത്തിലായതുകൊണ്ടാണ്. അവിടെ ആ സമയത്ത് അപ്പൊ എന്തുണ്ടായി, ഹോസ്പിറ്റൽസിനെ പറ്റി ഒരുപാട് ഹോസ്പിറ്റലുകൾ ഉണ്ടാവാനായിട്ട് ആ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം സഹായിച്ചു. അതുകൊണ്ടാണ് അവിടെ ഒരു റിനൈസൻസ് അല്ലെങ്കിൽ നവോത്ഥാന കാലഘട്ടം എന്ന് അതിനെ പറയുന്നത്. അപ്പൊ അങ്ങനെ തിരിച്ചു ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം അറിഞ്ഞിരിക്കണം. മോഡേൺ ഹോസ്പിറ്റൽ പെൻസിൽവാനിയ ഹോസ്പിറ്റൽ, അത് ഇമ്പോർട്ടന്റ് ആണ്. അതെവിടെയുള്ളത്? ഫിലാഡൽഫിയയിലെ പെൻസിൽവാനിയ ഹോസ്പിറ്റൽ. അതിനെപ്പറ്റി എപ്പോഴും ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട് കേട്ടോ. ദെൻ ഈ എവല്യൂഷനില് പ്രധാനമായിട്ടും അത്രയ ആരാണെന്ന് പഠിക്കുക, ശുശ്രുത ആരാണെന്ന് പഠിക്കുക. അദ്ദേഹത്തിന്റെ അവരുടെയൊക്കെ എന്താണ് അവരുടെ ഫേമസ് ആവാനായിട്ടുള്ള കാരണങ്ങള്, അവരുടെയൊക്കെ പ്രബന്ധങ്ങള്, ആ പ്രബന്ധം എന്തിനു വേണ്ടിയിട്ടുള്ള പ്രബന്ധമാണ്, അല്ലെങ്കിൽ ആ പ്രബന്ധത്തിൽ എന്താണ് അവർ പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ. അത്രയും കാര്യങ്ങൾ ഈ 3 പേര്, അത്രയ, സുശ്രുത, ചരക, ഇവർ 3 പേരും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ക്വസ്റ്റ്യനിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവരുടെ 3 പേരെ കുറിച്ചും. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ അശോകയുടെയും ബുദ്ധയുടെയും നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇനി യുനാനി മെഡിസിൻ ആരുടെ പീരീഡിൽ വന്നെന്ന് ചോദിച്ചാൽ അക്ബറിന്റെ പീരീഡിലാണ്. അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ബാക്കി യുനാനി മെഡിസിനെ പറ്റി നമ്മൾ ആ ഫർദർ ക്ലാസ്സുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. 17th സെഞ്ചുറിയില് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫസ്റ്റ് ഹോസ്പിറ്റലിൽ ചെന്നൈയിൽ സോൾജേഴ്സിന് വേണ്ടി ഏത് വർഷമാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ ഇയർ നോട്ട് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ഇതിൽ ഈ ഇയേഴ്സ് എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. കാരണം ഓരോ വർഷവും ഓരോ സ്ഥലങ്ങളിലാണ് ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ അത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ മാറിപ്പോവാതെ നിങ്ങൾ ഓരോന്നും നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചിരിക്കണം. ഇയർ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഏരിയയില് ഇയർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിനെ എമർജൻസി ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യയില് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഈ ഒരു പോർഷനിൽ നിന്ന് അങ്ങനെ വന്ന് കണ്ടിട്ടില്ല. കാരണം ഇതൊരു റേഷ്യോ ആണ്. ആ റേഷ്യോസ് എന്ന് പറയുന്നത് വ്യത്യാസങ്ങൾ വരാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷനിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് റീഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം. Yes, ma'am. ഞാൻ എടുക്കാൻ പോകുന്നത് ബ്ലഡ് ബാങ്ക് ആണ്. ബ്ലഡ് ബാങ്ക് നിങ്ങൾക്ക് ഒരു ക്ലാസ് കിട്ടിയിട്ടില്ലേ? കിട്ടിയായിരുന്നു. അല്ലേ? രമ്യ മിസ് അല്ലേ എടുത്തത്? അതെ. അപ്പൊ രമ്യ ഇപ്പൊ ടീച്ചേഴ്സിന്റെ ടൈം ടേബിളിൽ ഒരു ചെറിയ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നോണ്ട് രമ്യ മിസ് ഇനിയിപ്പോ നിങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടാവില്ല. അപ്പൊ രമ്യ മിസ്സിനെയും കൂടി എടുക്കുന്നത് ഞാനായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇത് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തെടുക്കാൻ കാരണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോർഷന്റെ ഒരു ക്ലാസ് മാത്രമേ കിട്ടുള്ളൂ, ബാക്കി അവിടെ നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ട് കിടക്കും അല്ലെ. അപ്പൊ അത് ഇതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് പോവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 3 ചാപ്റ്ററും ഫുൾ ആയിരിക്കുമല്ലോ, കംപ്ലീറ്റ് ആയിട്ട് കിട്ടുമല്ലോ. അപ്പൊ മിസ് എവിടെ വരെയാ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നേ? എവിടെ ഓർഗനോഗ്രാം ബുക്കിലേക്ക് എഴുതാൻ പറഞ്ഞിരുന്നോ? എഴുതാൻ പറഞ്ഞായിരുന്നു. അപ്പൊ എല്ലാരും ചെയ്തോ? അത്
ചെയ്തു. ഓക്കെ. ഓക്കെ. അപ്പോ നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ട് അതെന്തായിരുന്നു ബ്ലഡ് ബാങ്ക് എന്നൊക്കെ ഉള്ളതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഫർദർ ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ എന്താണ് ബ്ലഡ് ബാങ്ക്? ഒരാള് പറഞ്ഞേ ഒരു ബ്ലഡ് ബാങ്ക് എന്താണെന്ന്. ഒരു ഹോസ്പിറ്റലിലെ ബ്ലഡ് ഉമൈബ കണ്ടിന്യൂ ചെയ്തോളൂ. എന്താണ് ഒരു ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അത് പറഞ്ഞു തന്നാൽ മതി. ഡെഫിനിഷൻ ഒരാള് ശ്രീലക്ഷ്മി കളക്ഷൻ ഓഫ് ബ്ലഡ്. ബ്ലഡ് ഓക്കെ. ബ്ലഡ് കളക്ട് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു അല്ലെ? സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇനി ആ ബ്ലഡ് കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ബ്ലഡ് തന്നെയാണോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ആണോ? അല്ല. പിന്നെ എന്തൊക്കെ പ്രോസസ് അവിടെ നടക്കുക? അതിലുള്ള കോമ്പൗണ്ടന്റ് സെപ്പറേറ്റ് ചെയ്യും. അതിലുള്ള കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യും അല്ലെ? ശരി. അവിടെ അത് തമ്മില് മിക്സ്, അതായത് നമ്മുടെ ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോ അവിടെ അത് എന്താണ് കട്ട പിടിക്കാതിരിക്കാനായിട്ട് അവിടെ എന്തുമായിട്ട് മിക്സ് ചെയ്തായിട്ട് വെക്കുക? ഓക്കെ. ഇനി ഒരു ആവറേജ് പേഴ്സണില് അദ്ദേഹത്തിന്റെ ബോഡിയിൽ എത്ര ലിറ്റർ ഉണ്ടാവും? 5 ലിറ്റർ. ശരി. ഇനി മെയിൻ ഫങ്ഷൻസ് പഠിച്ചില്ലേ? മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയായിരുന്നു മെയിൻ ഫങ്ഷൻസ് ബ്ലഡ് ബാങ്കിന്റെ? സ്വിഫ്റ്റ് റെസ്പോൺസ് ആയിരിക്കണം. അർജന്റ് റിക്വസ്റ്റ് ഒക്കെ വന്നാൽ പെട്ടെന്ന് പ്രതികരിക്കണം. ശരി. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഫ്രീ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിന് മുമ്പ് സാമ്പിൾ ചെക്ക് ചെയ്യണം. ശരി. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് മെയിൻ ഫങ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലിയർ ആണ്. ലൊക്കേഷൻ എവിടെയായിരുന്നു വേണ്ടത്? ലൊക്കേഷൻ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓർഗാനോഗ്രാമില് മൻഹ പറഞ്ഞ ഓർഗാനോഗ്രാമില് ആരായിരുന്നു ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്ന് പറയുന്നത്? മെഡിക്കൽ ഡയറക്ടർ. ഓക്കെ. ഓർഗാനോഗ്രാം എല്ലാവരും ബുക്കിലോട്ട് വരച്ചല്ലോ അല്ലെ? വരയ്ക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ അടുത്ത പോർഷൻ എന്താണ്? വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ്. ഓക്കെ. അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ മിസ്, ബ്ലഡിന്റെ ഓരോ ടൈപ്സിനെ പറ്റി പറഞ്ഞു തന്നിരുന്നോ? ഇല്ല. ഓക്കെ. സോ വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ്. ബ്ലഡ് ബാങ്കിങ്ങില് എന്തൊക്കെ ടെസ്റ്റുകളാണ് നടത്തുന്നത് അല്ലെ? എന്താണ്? a certain set of preliminary tests are done in the lab. RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് അതൊക്കെ പറഞ്ഞിരുന്നു. അത് മാത്രമേ പറഞ്ഞു തന്നുള്ളൂ അല്ലെ? ടൈപ്പുകൾ പറഞ്ഞു തന്നിരുന്നോ? ബ്ലഡ് ടൈപ്പ് ഇല്ലല്ലോ. ഇല്ല പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ലല്ലോ അല്ലെ? പറഞ്ഞു മാഡം. അല്ല, കണ്ടന്റ് മാത്രമേ പറഞ്ഞുള്ളൂ. ശരി. അപ്പോ നമുക്ക് ഓക്കെ മതി. Then what tests are done in blood banking? അതാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. What tests are done in blood banking? ബ്ലഡ് ബാങ്കിൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പോ ഫസ്റ്റ് ഇത് എന്താണ് ഇതിൽ പറയുന്നത്? certain set of preliminary tests are done in the lab once blood is donated. അപ്പോ ആദ്യം എന്താണ്? ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലാബില് ചില പ്രിലിമിനറി സെറ്റ് ഓഫ് ടെസ്റ്റുകൾ ചെയ്യും. എന്ത്? ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത ബ്ലഡില് കുറച്ച് പ്രിലിമിനറി ടെസ്റ്റുകളിലൂടെ കടത്തിവിടുന്നു. എന്തിനു വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ പ്രിലിമിനറി ടെസ്റ്റുകളിലൂടെ കടത്തിവിടുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഡൊണേറ്റ് ചെയ്ത കഴിഞ്ഞ ബ്ലഡ് ഉടനെ തന്നെ അത് റെസിപ്പിയന്റിലേക്ക് കൈമാറപ്പെടുമോ? ഇല്ല. ടെസ്റ്റുകൾ നടത്തിയിട്ട് അസുഖങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി
ചെയ്യും അപ്പൊ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചില പ്രിലിമിനറി ടെസ്റ്റുകളിലൂടെ കടന്നു പോകും അല്ലെ ബ്ലഡ്. അപ്പൊ അതെന്തൊക്കെയാണെന്നാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ വരുന്നതാണ് ടൈപ്പിംഗ്. ടൈപ്പിംഗ് എന്ന് പറയുന്നത് ബ്ലഡ് ഗ്രൂപ്പുകൾ എത്രയായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്? ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പുകളാണുള്ളത്? എ പോസിറ്റീവ്, ബി എ പോസിറ്റീവ്, പോസിറ്റീവ്, AB negative, O negative, O positive, നെഗറ്റീവ്, എ ബി പോസിറ്റീവ്, B negative. ആർ ഓക്കെ, നെഗറ്റീവും പോസിറ്റീവും അവിടെ നിൽക്കട്ടെ. ഓക്കെ, നെഗറ്റീവും പോസിറ്റീവും നമുക്ക് അടുത്ത പോയിന്റിൽ ഡിസ്കസ് ചെയ്യാം. ഇവിടെ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പുകളെ വരും. അതായത് എ ഉണ്ട്, ബി ഉണ്ട്, എ ബി ഉണ്ട്, ഒ ഉണ്ട്. അങ്ങനെ 4 ടൈപ്പ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്സ് ആണുള്ളത് അല്ലെ. എ ബി, എ ബി ആൻഡ് ഒ അല്ലെ. അങ്ങനെ 4 ടൈപ്പ് ബ്ലഡുകളാണുള്ളത്. അപ്പോ ബ്ലഡ് ഗ്രൂപ്പ്സ് ആണുള്ളത്. അപ്പൊ ഈ ബ്ലഡ് ഗ്രൂപ്പ്, അതായത് ഒരു ഡോണർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? പ്രിലിമിനറി ടെസ്റ്റുകളിലൂടെ ടൈപ്പിംഗ് വഴി കണ്ടെത്തും. ഓക്കെ, ഈ കൊടുത്തിരിക്കുന്ന ഡൊണേറ്റ് ചെയ്തിരിക്കുന്ന ബ്ലഡ് എ ആണോ, ബി ആണോ, എ ബി ആണോ, ഒ ആണോ എന്ന് പ്രിലിമിനറി ടെസ്റ്റുകളിലൂടെ ഒന്നുകൂടി എന്ത് ചെയ്യും? കൺഫേം ചെയ്യും. ഓക്കെ, അപ്പോ അതില് നിങ്ങളെ എല്ലാവരും ഒന്ന് നോട്ട്ബുക്ക് എടുക്കാവോ? നോട്ട്ബുക്കില് ഒരു 5 കോളംസും 5 റോസും ഉള്ള ഒരു ബോക്സ് വരയ്ക്കോ. 5 കോളംസും 5 റോസും. ഫൈവ് കോളംസും 5 റോസും ഉള്ള ഒരു ബോക്സ് വരയ്ക്കാം. ഓക്കെ, വരച്ചോ എല്ലാരും? Yes, ma'am. ഓക്കെ, അതില് ഫസ്റ്റ് കോളത്തിൽ എഴുതുക ഗ്രൂപ്പ്. ഫസ്റ്റ് കോളത്തിൽ എഴുതുക ഗ്രൂപ്പ്. Then സെക്കൻഡ് കോളത്തിൽ എഴുതുക ആന്റിജൻ. ആന്റിജൻ. ഫസ്റ്റ് കോളത്തില് ഗ്രൂപ്പ്, സെക്കൻഡ് കോളത്തില് ആന്റിജൻ. Then തേർഡ് കോളത്തില് ആന്റിബോഡി. 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 ആൻഡ് ഫോർത്ത് കോളത്തില് ഡോണേഴ്സ്. DONORS. ഡോണേഴ്സ്. Then ഫിഫ്ത് കോളത്തില് റെസിപ്പിയൻസ്. RECIPIENTS. റെസിപ്പിയൻസ്. ഒന്നുകൂടി പറയാം. ഫസ്റ്റ് കോളത്തില് ഗ്രൂപ്പ്, സെക്കൻഡ് കോളത്തില് ആന്റിജൻ, തേർഡ് കോളത്തില് ആന്റിബോഡി, ഫോർത്ത് കോളത്തില് ഡോണേഴ്സ്, ഫിഫ്ത് കോളത്തില് റെസിപ്പിയൻസ്. ഫിനിഷ് ആയോ? യെസ് മാഡം. Yes, ma'am. ഓക്കെ, മാഡം ഒന്നുകൂടി പറയൂ. എന്തോ? മാഡം ഒന്നുകൂടി പറയൂ. ഒരു വട്ടം കൂടി. ഒന്നുകൂടി. ഓക്കെ, ഫസ്റ്റ് കോളത്തില് ഗ്രൂപ്പ്, സെക്കൻഡ് കോളത്തില് ആന്റിജൻ, തേർഡ് കോളത്തില് ആന്റിബോഡി, ഫോർത്ത് കോളത്തില് ഡോണേഴ്സ്, ഫിഫ്ത് കോളത്തില് റെസിപ്പിയൻസ്. ഓക്കെ, Yes, ma'am. ക്ലിയർ? യെസ് മാം. ഗ്രൂപ്പിന് താഴെ, ഗ്രൂപ്പ് എന്ന് പറയുന്ന കോളത്തിന് താഴെ ഓരോ റോസിൽ എഴുതുക ഏതൊക്കെ ഗ്രൂപ്പ്സ് ആണുള്ളത്? A, B, A ഉണ്ട്, B ഉണ്ട്, O ഉണ്ട് അല്ലെ. അപ്പൊ അതാ ഗ്രൂപ്പ്സിന് താഴെ ഒന്ന് എഴുതിക്കേ. sound clear ആവുന്നില്ല. മാഡത്തിന്റെ സൗണ്ട് ക്ലിയർ ആവുന്നില്ല. കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോ എഴുതിക്കോളാം. ആ ഗ്രൂപ്പ്സിന് താഴെ, ഗ്രൂപ്പ്സിന്റെ താഴെ എഴുതുക ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പ്സ് ആണുള്ളത്? 4 ബ്ലഡ് ഗ്രൂപ്പ്സ് അല്ലേ ഉള്ളത്? A, B, AB ആൻഡ് O. അപ്പൊ ആ 4 ബ്ലഡ് ഗ്രൂപ്പ്സ് താഴേക്ക് എഴുതുക. ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതേണ്ടത്.
എ എഴുതുക ഫസ്റ്റ് ഗ്രൂപ്പിന് താഴെ, അത് കഴിഞ്ഞ് ബി എഴുതുക, അത് കഴിഞ്ഞ് എ ബി എഴുതുക, അതിനുശേഷം ഒ എഴുതുക. എഴുതിയോ? Yes, ma'am. ഓക്കെ. ദെൻ അതിന് അടുത്ത കോളം എന്താണ്? അടുത്ത കോളം എന്തിനെ പറ്റിയുള്ള കോളാണ്? Antigen. ആന്റിജൻ. ആന്റിജൻ അല്ലെ? ആന്റിജൻ. ആന്റിജൻ. ഓക്കെ. ആന്റിജൻ. ആന്റിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആന്റിജൻ? രക്തഗ്രൂപ്പുകൾ നിർണയിക്കുന്ന ഘടകത്തിന്റെ പേരാണ് ആന്റിജൻ എന്ന് പറയുന്നത്. അതായത് ബ്ലഡ് അല്ലെങ്കിൽ രക്തം ഏത് ഗ്രൂപ്പിലാണ് വരുന്നത് നിർണയിക്കുന്നത് ഏത് ഘടകമാണ്? ആന്റിജൻസ് ആണ്. അപ്പോ പ്രധാനമായും 2 ആന്റിജൻസ് ആണ് നമുക്കുള്ളത്, എയും ബിയും. 2 ആന്റിജൻ ആണുള്ളത്, എയും ബിയും. അപ്പോ ഈ ബ്ലഡില് ഇപ്പൊ ഒരു ബ്ലഡ് ഇപ്പൊ എ പോസിറ്റീവ് അല്ലെങ്കിൽ എ ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് എടുക്കാം. ഈ എ ബ്ലഡ് ഗ്രൂപ്പില് ആന്റിജൻസ് എപ്പോഴും ആന്റിജനും ആന്റിബോഡീസും ഉണ്ടെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലെ? അടുത്ത കോളം ഏതായിരുന്നു? ആന്റിബോഡി ആയിരുന്നു. അപ്പൊ എല്ലാ ബ്ലഡ് ഗ്രൂപ്പുകളിലും ആന്റിജനും ആന്റിബോഡീസും ഉണ്ട്. അപ്പൊ ഈ ആന്റിജനും ആന്റിബോഡിയും എപ്പോഴും ഒരുപോലെ വരാൻ പാടില്ല. ഓക്കെ. അപ്പൊ ഇപ്പൊ സപ്പോസ് എ ഗ്രൂപ്പ് ആണെങ്കിൽ അതിന്റെ ആന്റിജൻ എ ആണെങ്കിൽ ആന്റിബോഡി നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ബി ആയിരിക്കും. ഓക്കെ. അപ്പോ ആന്റിജൻ എന്ന് പറയുന്ന കോളത്തിൽ എഴുതിക്കേ. ആന്റിജൻ എന്ന് പറയുന്ന കോളത്തിൽ എഴുതിയേ. എ ഗ്രൂപ്പിന്റെ ആന്റിജൻ ഏതായിരിക്കും? എ ഗ്രൂപ്പിന്റെ ആന്റിജൻ സെയിം ആയിരിക്കും, എ തന്നെയായിരിക്കും അല്ലെ? എ തന്നെയാണ് ആന്റിജൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ആന്റിജൻ എ ഉള്ളത് കൊണ്ടാണ് അത് എ ഗ്രൂപ്പ് ആയി മാറിയത്. ആന്റിജൻ ബി ഉണ്ടെങ്കിൽ അവിടെ ഏതായിരിക്കും ഗ്രൂപ്പ്? ആന്റിജൻ ബി ഗ്രൂപ്പായിരിക്കും. ശരി. അപ്പൊ നമുക്ക് ആന്റിജന്റെ കാര്യം മാത്രം നോക്കാം. അപ്പോ ആന്റിജൻ എ എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിലാ വരിക? അപ്പോ എ ഗ്രൂപ്പിന് നേരെ എഴുതാം ആന്റിജൻ എ, ക്യാപിറ്റൽ എ എഴുതാം, ആന്റിജൻ എ. ദെൻ ബി ഗ്രൂപ്പിന് നേരെ എഴുതാം ആന്റിജൻ ബി. ഓക്കെ. ഓക്കെ. ഇനി എ ബി ഗ്രൂപ്പ് ഉണ്ട് അല്ലെ? എ ബി ഗ്രൂപ്പ് എന്ന് പറയുന്നത് കൊണ്ട് എന്തൊക്കെ ആന്റിജൻസ് ഒക്കെ അവിടെ ഉണ്ടാവും? എയും ബിയും ഓക്കെ. അപ്പൊ എ ബി ഗ്രൂപ്പിന് നേരെ ആന്റിജനിന്റെ താഴെ എഴുതാം എ കോമ ബി. എഴുതിയോ? എ കോമ ബി. ദെൻ അടുത്ത ഗ്രൂപ്പാണ് ഒ അല്ലെ? ഓക്ക് ആന്റിജൻ ഇല്ല, ഓക്കെ ആന്റിജൻ ഇല്ല. അതുകൊണ്ട് അവിടെ എന്ത് എഴുതാം? നിൽ എഴുതാം, നിൽ. ഓക്കെ. ക്ലിയർ ആയോ? ഒരു അടുത്ത കോളം കഴിഞ്ഞില്ലേ? ഓക്കെ മാം. തേർഡ് കോളം ഏതാണ്? തേർഡ് കോളം ആന്റിബോഡി അല്ലെ? ആന്റിബോഡിയെ കുറിച്ചുള്ള തേർഡ് കോളാണ്. നമ്മൾ പറഞ്ഞു ഓൾറെഡി എന്താണ്? ആന്റിജനും ആന്റിബോഡിയും സെയിം വരാൻ പാടില്ല. എന്താണ് സെയിം വന്നാൽ എന്താണ് പ്രശ്നം ഉണ്ടാവുക? സെയിം വന്നു കഴിഞ്ഞാല് അവിടെ ആന്റിജനും ആന്റിബോഡിയും തമ്മിലൊരു റിയാക്ഷൻ നടന്ന് അഗ്ലൂട്ടിനേഷൻ അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതുകൊണ്ടാണ് ഒരിക്കലും ആന്റിജനും ആന്റിബോഡിയും ഒരുപോലെ വരാൻ പാടില്ല. അപ്പോ ഇപ്പൊ സപ്പോസ് എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിലെ ആന്റിജൻ എ ആണ് അല്ലെ? അപ്പോ ആന്റിബോഡി എങ്ങനെയായിരിക്കണം? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം. എന്തായിരിക്കും? ബി ആയിരിക്കും. ഓക്കെ. ഒന്നുകൂടി പറയാം, ആന്റിജനും ആന്റിബോഡിയും ഒരിക്കലും സെയിം ആയിട്ട് വരാൻ പാടില്ല. എന്താണ് കാരണം? അവിടെ സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാല് ഇപ്പൊ എ ആന്റിജനും എ ആന്റിബോഡിയും കൂടിയാണ് വരുന്നതെങ്കിൽ അവിടെ രണ്ടും കൂടി ഒരു റിയാക്ഷൻ നടക്കുകയും അതുപോലെ തന്നെ ആ റിയാക്ഷൻ വഴി അവിടെ എന്തുണ്ടാവും? ബ്ലഡ് കട്ട പിടിക്കാൻ അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് അവിടെ രണ്ടും എന്തായിട്ട് സെയിം ആയിട്ട് വരാതിരിക്കുന്നത്. അപ്പോ എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും. ആന്റിജൻ എ ആണ് ഒരു ബ്ലഡ് ഗ്രൂപ്പിലുള്ളതെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ബി ആയിരിക്കും ആന്റിബോഡി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ആന്റിബോഡീസ് എഴുതിക്കോ. ഏതൊക്കെയാണ് ആന്റിബോഡി? എയുടെ ആന്റിബോഡി ഏതാണ്? നേരെ ഓപ്പോസിറ്റ് ആണ്. ആന്റിജന്റെ ഓപ്പോസിറ്റ്. ശരി. ഓക്കെ.
ഇവിടെ ആന്റിജൻ ബി ആണ് അല്ലെ? അപ്പൊ ആന്റിബോഡി ഏതായിരിക്കും? ആന്റിബോഡി ശരി ശരി. ദെൻ എ ബിയില് രണ്ട് ആന്റിജൻസ് ഉണ്ട് അല്ലെ? എയും ഉണ്ട് ബിയും ഉണ്ട്. പക്ഷെ എനിക്ക് ആന്റിബോഡീസ് ഇല്ല. ആന്റിജൻ ഉണ്ട്, എയും ഉണ്ട്, ബിയും ഉണ്ട്. എന്നാൽ ആന്റിബോഡീസ് ഉണ്ടാവോ? ഇല്ല, ഇല്ലായിരിക്കും. അവിടെ നിൽ ചെയ്ത എ ബിയുടെ നേരെ. ഓക്കെ, ക്ലിയർ ആയോ? ദെൻ അടുത്തത് ഓ അല്ലേ? ബ്ലഡ് ഗ്രൂപ്പ് ഓ. ഉണ്ടായിരുന്നോ? ഇല്ല. എന്നാൽ ഓക്കെ ആന്റിബോഡീസ് ഉണ്ട്. ഏതൊക്കെ ഉണ്ടാവും? ഉണ്ടാവും. എ കോമ ബി. ഓക്കെ, അടുത്ത കോളം ഏതായിരുന്നു? അടുത്ത കോളം ഡോണേഴ്സ്. ചെയ്യാൻ കഴിയുന്നത്. അതായത് ലാസ്റ്റ് ഒന്നും കൂടി നമുക്ക് എല്ലാം ഒന്നും കൂടി ക്ലിയർ ചെയ്ത് പറയാം കേട്ടോ. ഇപ്പൊ കണ്ടിന്യൂ ചെയ്ത് പോവാം. നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടെങ്കിൽ അവിടെ വിട്ടിരിക്കുക. നമുക്ക് ഒന്നും കൂടി ലാസ്റ്റ് ഈ കോളം ഒന്നും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ അടുത്ത പോർഷനിലേക്ക് പോവുള്ളൂ. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? ഡോണേഴ്സ് എന്ന് പറയുന്ന കോളാണ് അല്ലെ? ഡോണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇപ്പൊ എ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ആ എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ ഡൊണേറ്റ് അല്ലെങ്കിൽ ആർക്കൊക്കെ ദാനം ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഡോണേഴ്സ് എന്ന് പറയുന്നത്. ഇനി ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? അതായത് നമ്മുടെ ബ്ലഡിലുള്ള ഡൊണേഷൻ അല്ലെ? ഡൊണേഷൻ അല്ലെങ്കിൽ ബ്ലഡ് ഡോണേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നുകൂടി പറയാം. ബ്ലഡ് ഡോണേഴ്സ് എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? അതായത് നമ്മുടെ ബ്ലഡ് ഇപ്പൊ എന്റെ എ പോസിറ്റീവ് അല്ലെങ്കിൽ എ ആണെങ്കിൽ എനിക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഡോണേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ബ്ലഡ് ഗ്രൂപ്പ് നമുക്കുണ്ടെങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള എനിക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എത്ര പേർക്ക് നമുക്ക് ഡൊണേറ്റ് ചെയ്യാം? സെയിം ഗ്രൂപ്പിന് തന്നെ ചെയ്യാം. അതുപോലെ ചിലപ്പോൾ മറ്റു വേറെ ഗ്രൂപ്പുകൾക്കും കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അത് ഏതൊക്കെ ഗ്രൂപ്പുകളാണെന്നാണ് നമ്മൾ ഡോണേഴ്സ് എന്നതിൽ എഴുതാൻ പോകുന്നത്. അപ്പൊ ഡോണേഴ്സ് അല്ലെങ്കിൽ ഒരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിലെ ആന്റിജൻ ഉള്ളവർക്ക് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഓക്കെ, ബ്ലഡ് ഡൊണേഷനിൽ പറയുന്ന കണ്ടീഷൻ എന്താണ്? നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിലെ ആന്റിജൻ ഉള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യും? മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ നമുക്ക് ബ്ലഡിനെ ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതാണ് ഡൊണേഷന്റെ ഒരു നിയമം എന്നതിലേക്ക് നിബന്ധന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഏതിലൊക്കെയാണ് ഏതിനൊക്കെ എക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? എയുടെ ആന്റിജൻ ഏതായിരുന്നു? എ ആയിരുന്നു. അപ്പോ പറയുന്ന ആന്റിജൻ ഉള്ളത് ആരൊക്കെയാണ്? എ ഗ്രൂപ്പും അപ്പോ ഡോണേഴ്സ് എന്ന് പറയുന്നതില് എയുടെ നേരെ എഴുതുക എ കോമ എ ബി, എ കോമ എ ബി എന്ന് എഴുതുക. അടുത്തത് ആരാണ്? ബി ആണ് അല്ലെ? ബി ആണെങ്കിൽ ബിയുടെ ആന്റിജൻ ഏതാണ്? ബി തന്നെയാണ് അല്ലെ? അപ്പൊ ബി ആന്റിജൻ ഉള്ള എന്തൊക്കെയാണ്? താഴെ എഴുതുക ബി കോമ എ ബി, ബി കോമ എ ബി. ഓക്കെ, ഞാൻ അടുത്തത് ആരാണ്? ഏത് ഗ്രൂപ്പാണ്? എ ബിക്കാരാണ് അല്ലെ? എ ബിക്കാർക്ക് ആന്റിജൻസ് ഏതൊക്കെയാ ഉള്ളത്? എ ഉണ്ട്, ബിയും ഉണ്ട് അല്ലെ? അപ്പോ അവർക്ക് ആർക്ക് ഇനി എയും ബിയും ഉള്ള ആരെങ്കിലും ഉണ്ടോ? എയും ബിയും ഉള്ള വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടോ? ആന്റിജൻ ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോ എ ബിക്കാർക്ക് മാത്രമേ ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ എ ബിയുടെ നേരെ ഡോണേഴ്സിന്റെ താഴെ എഴുതുക എ ബിക്കാർക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ലാസ്റ്റത്തെ ഗ്രൂപ്പ് ഏതാണ്? ഓ ഗ്രൂപ്പ് അല്ലെ? ഓ ഗ്രൂപ്പിന് ആന്റിജൻ ഇല്ല അല്ലെ? ഓ ഗ്രൂപ്പിന് ആന്റിജൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്?
O ഗ്രൂപ്പിന് ആന്റിജൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് അവിടെ ആർക്ക് വേണമെങ്കിലും ബ്ലഡിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആന്റിജൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ O ഗ്രൂപ്പുകാർക്ക് ആർക്ക് വേണമെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഓയുടെ താഴെ എഴുതിക്കോളുക, ഡോണേഴ്സിന്റെ അവിടെ എഴുതിക്കോളുക A, B, AB, O. 4 ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആണ് O എന്ന് പറയുന്നത്. ഓക്കെ, ഓയുടെ കീഴിൽ ഏതൊക്കെയാണ് ഡോണേഴ്സിൽ വരുന്നത്? എക്ക് കൊടുക്കാം, ബിക്ക് കൊടുക്കാം, എബിക്ക് കൊടുക്കാം, ഒയ്ക്ക് കൊടുക്കാം. ഓക്കെ, അടുത്ത കോളമാണ് എന്ത്? റെസിപ്പിയൻസ് എന്ന് പറയുന്ന കോളം അല്ലെ. റെസിപ്പിയൻസ് എന്ന് പറയുന്ന കോളം എന്താണ്? ബ്ലഡിനെ സ്വീകരിക്കാൻ പറ്റുന്നത് അല്ലെ, ബ്ലഡിനെ സ്വീകരിക്കാൻ പറ്റുന്നത്. ഒന്നുകൂടി നമുക്കിത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടി ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പൊ കണ്ടിന്യൂ ചെയ്ത് പോവാം. അതിനുശേഷം നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വിട്ടിരിക്കുക. നമുക്കൊന്നും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ അടുത്ത പോർഷനിലേക്ക് പോവുള്ളൂ. അടുത്തത് ഏതാണ്? റെസിപ്പിയൻസ് അല്ലെ, സ്വീകരിക്കാൻ കഴിയുന്നവര്. അതായത് ബ്ലഡ്, ഇപ്പൊ എനിക്ക് ബ്ലഡ് ആവശ്യമാണെങ്കിൽ എനിക്ക് ബ്ലഡ് ആരിൽ നിന്നൊക്കെ സ്വീകരിക്കാം. അതാണ് റെസിപ്പിയൻസിൽ വരുന്നത്. ഇപ്പോ എ ഗ്രൂപ്പ് ആണ് എന്റെതെങ്കിൽ എന്റെ ആ എ ഗ്രൂപ്പിന് പറ്റിയ ആരിൽ നിന്നൊക്കെ എനിക്ക് ബ്ലഡ് സ്വീകരിക്കാം എന്നുള്ളതാണ് റെസിപ്പിയൻസിൽ വരുന്നത്. അപ്പോ ഇ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനെ എടുത്താൽ എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്? റെസിപ്പിയൻസിനെ സംബന്ധിച്ചൊരു നിയമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്, ബ്ലഡ് സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡിലെ ആന്റിജൻ ഉള്ളവരിൽ നിന്ന് നമുക്ക് ബ്ലഡ് സ്വീകരിക്കാം. നേരത്തെ ഡൊണേറ്റ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിലെ ആന്റിജൻ ഉണ്ടോ അവരിൽ ആ ആന്റിജൻ ഉള്ളവരിൽ നിന്നും നമുക്ക് ബ്ലഡ് സ്വീകരിക്കാം. രണ്ടാമതായി പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, ആന്റിജൻ ഇല്ലാത്തവരിൽ നിന്നും സ്വീകരിക്കാൻ പറ്റും. ഇപ്പൊ 2 മാനദണ്ഡങ്ങളാണ് ബ്ലഡ് സ്വീകരിക്കുന്നതിലുള്ളത്. ഒന്നാമത്തത് എന്താണ്? നമ്മുടെ ബ്ലഡിലുള്ള ആന്റിജൻ ഉള്ളവരിൽ നിന്ന് നമുക്ക് ബ്ലഡ് സ്വീകരിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ആന്റിജൻ ഇല്ലാത്തവരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാം. ഓക്കെ, അപ്പോ ഈ എ എന്ന് പറയുന്ന കോളം നോക്കിക്കേ. എ ഗ്രൂപ്പിന് ആന്റിജൻ ഏതാണുള്ളത്? എ ആന്റിജൻ ഉണ്ട് അല്ലെ, എ ആന്റിജൻ ഉണ്ട്. അപ്പോ ആന്റിജൻ എ ഉള്ള ആരൊക്കെയാണ് അവിടെ ഉള്ളത്? ആന്റിജൻ എ മാത്രമുള്ളത്. എ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും ഉണ്ട്. പിന്നെ എന്താണ്? ആന്റിജൻ ഇല്ലാത്തവരിൽ നിന്നും സ്വീകരിക്കാം എന്ന് പറയുന്നു. അപ്പൊ ആന്റിജൻ ഇല്ലാത്തത് ആരാണ് അവിടെ ഉള്ളത്? O ഉണ്ട് അല്ലെ. അപ്പോ എയുടെ നേരെ റെസിപ്പിയൻസിന് താഴെ എഴുതുക A, O. എയുടെ റെസിപ്പിയൻസിന് നേരെ താഴെ എഴുതുക A, O. ഇനി ബിയിലേക്ക് വന്ന് നോക്കിയേ. ബിക്ക് ഏത് ആന്റിജൻ ആണുള്ളത്? ബി എന്ന് പറയുന്ന ആന്റിജൻ ഉണ്ട് അല്ലെ, ബി എന്ന് പറയുന്ന ആന്റിജൻ ഉണ്ട്. ഇനി ഈ ബി മാത്രം ആന്റിജൻ ഉള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ, ബി മാത്രമുള്ളത് ബിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോ ബി ഗ്രൂപ്പിൽ നിന്നും അതിനെ സ്വീകരിക്കാം അല്ലെ, ബിക്ക് ബി ഗ്രൂപ്പിൽ നിന്ന് അതിനെ സ്വീകരിക്കാം. കൂടാതെ ആന്റിജൻ ഇല്ലാത്തവരിൽ നിന്ന് സ്വീകരിക്കാം. ഇവിടെ ആന്റിജൻ ഇല്ലാത്തവരാരാണ്? O ആണ് അല്ലെ. അപ്പോ ബിക്ക് നേരെ റെസിപ്പിയൻസിൽ എഴുതാം B, O. O. Then എബിക്ക് നേരെ എഴുതിക്കോ. എബിയില് എയും ഉണ്ട് ബിയും ഉണ്ട് അല്ലെ ആന്റിജൻസ്. അപ്പോ എ ഉള്ളവർ ആരൊക്കെയാണുള്ളത്? എ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്. ബി ഉള്ളവർ ആരൊക്കെയുണ്ട്? ബി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്. ഇനി രണ്ടും ഉള്ളത് ആരാണുള്ളത്? എ ബി ഉണ്ട് അല്ലെ. ഇനി ഒന്നും ഇല്ലാത്തതുണ്ടല്ലോ, ആന്റിജൻ ഇല്ലാത്തവര് ഓയും ഉണ്ട്. അപ്പൊ എ ബിക്ക് നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാം, എയിൽ നിന്ന് സ്വീകരിക്കാം. എഴുതിക്കോളാം. അതിന്റെ താഴെ അതിന്റെ നേരെ എന്താണ്? എ ബിയുടെ നേരെ റെസിപ്പിയൻസിന് താഴെ എഴുതുക A, B, AB, O. A, B, AB, O. ഓക്കെ, ഓയുടെ നേരെ എഴുതുക. ഓയ്ക്ക് ഇവിടെ ആന്റിജൻ ഉണ്ടോ? ഓയ്ക്ക് ഇല്ല അല്ലെ. അപ്പൊ നമ്മുടെ ആന്റിജൻ ഉള്ളവരിൽ നിന്നും നമുക്ക് സ്വീകരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഓയ്ക്ക് ആന്റിജൻ ഇല്ല, അതുകൊണ്ട് വേറെ ആരിൽ നിന്നും ഓയ്ക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഓയ്ക്ക് ഓയിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഓയുടെ നേരെ എഴുതുക റെസിപ്പിയൻസിൽ O. ഓക്കെ, അപ്പൊ ഒന്നും കൂടി നോക്കിക്കോ. ഞാൻ ഒന്നും കൂടി പറയാണ്. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്തത് വിട്ടുപോയിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ഗ്രൂപ്പിന്റെ താഴെ ഏതൊക്കെ എഴുതി? എ എഴുതി, ബി എഴുതി, എ ബി എഴുതി, O എഴുതി അല്ലെ. 4 ആയിട്ട് തിരിച്ചു നമ്മള്. ഇനി
ആന്റിജന് താഴെ എയുടെ ആന്റിജന് താഴെ എ ക്യാപിറ്റൽ എ എന്ന് എഴുതി. ആന്റിബോഡി ആണെങ്കിലോ എയുടെ സ്മോൾ ബി ആയിരുന്നു അല്ലെ, സ്മോൾ ബി ആണ്. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓരോ എ ബി അങ്ങനെ ഓരോന്നിനെയും എടുത്തു പറയാം കേട്ടോ. എ ആണെന്ന് പറഞ്ഞാൽ എയുടെ ആന്റിജൻ ഏതായിരുന്നു? ക്യാപിറ്റൽ എ ആയിരുന്നു. ഇനി ആന്റിബോഡി ഏതാണ്? ബി ആണ്. ദെൻ ഡോണേഴ്സ് ഏതൊക്കെയായിരുന്നു? എ കോമ എ ബി. റെസിപ്പിയൻസ് ആണെങ്കിലോ എ കോമ ഓ. ദെൻ ബിയിലേക്ക് വരികയാണെങ്കിലോ ബി ഗ്രൂപ്പിന്റെ എങ്ങനെയാണ് ആന്റിജൻ എന്ന് പറയുന്നത്? ബി ആണ്. ആന്റിബോഡി ആണെങ്കിലോ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, എ ആണ് ആന്റിബോഡി. ദെൻ ഡോണേഴ്സ് ഏതാണ്? ബി കോമ എ ബി, ബി കോമ എ ബി. റെസിപ്പിയൻസ് ആണെങ്കിലോ ബി കോമ ഓ, ബി കോമ ഓ. ദെൻ എ ബി ആണെങ്കിലോ എ ബിയുടെ ആന്റിജൻ ഏതൊക്കെയാണ്? എയും ബിയും അല്ലെ, എയും ബിയും ആണ് ആന്റിജൻ എന്ന് പറയുന്നത്. ആന്റിബോഡീസ് ഉണ്ടോ അവിടെ? ഇല്ല അല്ലെ, ആന്റിബോഡീസ് ഇല്ല. എ ബിക്ക് ആന്റിബോഡീസ് ഇല്ല, ഇല്ലെന്ന് എഴുതുക. ദെൻ ഡോണേഴ്സിൽ വരുമ്പോഴോ എ ബിയുടെ ഡോണർ ഏതാണ്? എ ബി തന്നെയാണ് അല്ലെ. ദെൻ എ ബിയുടെ റെസിപ്പിയൻ ഏതാണ്? എല്ലാം വരും അല്ലെ, എ കോമ ബി കോമ എ ബി കോമ ഓ, നാലും വരും. ദെൻ ഓയുടെ വരികയാണെങ്കിലോ ഓയുടെ ആണെങ്കിലോ ആന്റിജൻ ഉണ്ടോ? ഓയ്ക്ക് ഇല്ല, ഇല്ലെന്ന് എഴുതുക. ആന്റിബോഡീസ് ഏതൊക്കെയുണ്ട്? എയും ഉണ്ട് ബിയും ഉണ്ട് ഓയ്ക്ക്. ദെൻ അതിന്റെ ഡോണേഴ്സ് ഏതൊക്കെയാ? എ കോമ ബി കോമ എ ബി കോമ ഓ. ഡോണേഴ്സ് നാലും വരും, എയും വരും ബിയും വരും എ ബിയും വരും ഓയും വരും. ദെൻ റെസിപ്പിയൻസ് ആണെങ്കിലോ ഓ മാത്രമേ വരുള്ളൂ അല്ലെ, റെസിപ്പിയനിൽ ഓ മാത്രമേ വരുള്ളൂ. അപ്പോ എല്ലാ കോളവും ഫിനിഷ് ആയോ? ക്ലിയർ ആയോ? ദെൻ ഇതില് ഡൗട്ട് എന്താണ് ഹരിത? ആന്റിബോഡി സ്മോൾ ലെറ്ററിൽ ആന്റിജൻസ് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലും ആന്റിബോഡീസ് സ്മോൾ ലെറ്ററിലും ആണ് എഴുതുന്നത് കേട്ടോ. കാരണം രണ്ടും തമ്മിൽ ഡിഫറൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, എല്ലാ കോളംസ് ക്ലിയർ ആയില്ലേ? ഇനി ഇതില് രണ്ട് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾ ഒന്ന് എഴുതി വെച്ചേക്കാം. ഓക്കെ, അതൊന്നുകൂടി ഒന്ന് എഴുതി വെച്ചേക്കാം. അതായത് എ ബിക്ക് ഏതാണ് ഇല്ലാത്തത്? എന്താണ് ഇല്ലാത്തത്? ആന്റിജൻ ആണോ ആന്റിബോഡി ആണോ ഇല്ലാത്തത്? ആന്റിബോഡീസ് ഇല്ലേ? അപ്പോ ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ ഏതാണ്? അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ആന്റിബോഡീസ് ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണ് എ ബി. ഓക്കെ, അത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓപ്ഷൻസിൽ നിന്നും എടുത്ത് എഴുതാൻ പറയും. അപ്പോ ഏതാണ് ആന്റിബോഡീസ് ഇല്ലാത്തത്? എ ബി ഗ്രൂപ്പ് ആണ്. എന്നാൽ നേരെ തിരിച്ച് ആന്റിജൻ ഇല്ലാത്തതാണെങ്കിലോ ഓ ആണ് അല്ലെ. അപ്പോ ഓ, അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. കൂടാണ്ട് എല്ലാവർക്കും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുന്ന, എല്ലാവരിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പ് ആരാണ്? എല്ലാവരിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? ഓ ഗ്രൂപ്പ്. ഓ ഗ്രൂപ്പ് ആണോ? എ ബി ഗ്രൂപ്പ് ആണ്. അപ്പൊ അത് രണ്ടും ഒന്ന് എഴുതി വെച്ചേക്ക് കേട്ടോ. ഒന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം, ഒന്ന് മ്യൂട്ട് ചെയ്തേക്കട്ടെ. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. എന്താണ് യൂണിവേഴ്സൽ ഡോണർ? എഴുതിക്കോ, യൂണിവേഴ്സൽ ഡോണർ. എന്താണ് യൂണിവേഴ്സൽ ഡോണർ? സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഓ. സാർവത്രിക ദാതാവ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡോണർ, അതായത് എല്ലാവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ആള് അല്ലെ. നമ്മൾ നേരെ എഴുതിയിട്ടുണ്ടല്ലോ അല്ലെ, എക്കും ബിക്കും എ ബിക്കും ഓക്കും അങ്ങനെ എല്ലാവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പാണ് ഓ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നു. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. രണ്ടാമത്തേത് ഏതാ? യൂണിവേഴ്സൽ റെസിപ്പിയൻസ്. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് അല്ലെങ്കിൽ സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നു. സാർവത്രിക സ്വീകർത്താവ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആരാണ്? എ ബി
അല്ലെ? എ ബി അല്ലേ യൂണിവേഴ്സൽ റെസിപ്പിയൻ? എല്ലാരിൽ നിന്നും എല്ലാ ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുന്ന വ്യക്തി ഏത് ഗ്രൂപ്പാണ്? എ ബി ആണ് അല്ലെ? അപ്പോ എ ബി ആണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്നത്. ആൻഡ് ഓ എന്താ അറിയപ്പെടുന്നത്? യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നു. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്ക, എഴുതിക്കോട്ടെ. പിന്നെ ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരുന്നു? ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് എ ബി അല്ലെ? ഇനി ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരുന്നു? ഓ അല്ലെ? അത് രണ്ടും നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി ഈ ഒരു പോർഷനിൽ നിന്ന് വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണ് റെയർ ആയിട്ട് വരുന്നത്? ഒന്ന് പറഞ്ഞേ നിങ്ങള്, ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണ് വരിക? ഓ നെഗറ്റീവിനേലും കൂടുതൽ റെയർ ആയിട്ട് വരുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടല്ലോ. വെരി ഗുഡ്. അപ്പോ എഴുതി വെക്കുക, എന്താണ്? വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് റെയർ? വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് റെയർ? എ ബി നെഗറ്റീവ്. അപ്പൊ റെയർ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? എ ബി നെഗറ്റീവ് ആണ്. ഇനി മോസ്റ്റ് കോമൺ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? മോസ്റ്റ് കോമൺ ബ്ലഡ് ഗ്രൂപ്പ് ശരിയാണ്. അപ്പോ അതും കൂടി ഒന്ന് എഴുതി വെച്ചേക്കാം. മോസ്റ്റ് കോമൺ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഓ പോസിറ്റീവ്. ഓക്കെ, ഇത്രയും ഇതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഓൾറെഡി പ്രീവിയസ് നിങ്ങളുടെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച ഒരു കാര്യമായിരിക്കും. ഇത്രയും ഗ്യാപ്പുകളൊക്കെ ചിലവർക്ക് ഉണ്ടായി കാണും. ഈ പോർഷൻസുമായിട്ട് ഇതിന്റെ ഒരു കണക്ഷൻ ഒന്നും ഇല്ലാത്തവരുണ്ടാവാം. അപ്പൊ അവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും കൂടി പറഞ്ഞു തന്നത്. അപ്പൊ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പൊ പ്രധാനമായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നമ്മൾ അതിന് താഴെ എഴുതിയിട്ടുണ്ട്. അതിൽ എന്തായാലും ഓപ്ഷൻസിൽ നിന്നും ചൂസ് ചെയ്യാനായിട്ട് ഈ പോർഷനിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം കേട്ടോ. അതെ, അതുപോലെ പി എസ് സിക്കും ഈ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഓക്കെ, താങ്ക് യു മാം. പറ്റുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു. താങ്ക് യു മാഡം.